ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 5th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 6th അലോട്ട്മെന്റ് എപ്പോഴാണ്, എങ്ങനെയാണ് ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് 5th അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. BSc നഴ്സിംഗ് NRI സീറ്റിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു 5th അലോട്ട്മെന്റ്. അതിനുവേണ്ടി ഓൾറെഡി കുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ 5th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എവിടെയാണോ കോളേജിൽ കിട്ടിയിരിക്കുന്നത് ആ കോളേജിലേക്ക് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെപ്റ്റംബർ 11 മുന്നേ ആയിട്ട് ടോക്കൺ ഫീസ് അടച്ചിരിക്കണം. ടോക്കൺ ഫീസ് 25,000 rupees ആണ് വരുന്നത്. നിങ്ങൾക്ക് ടോക്കൺ ഫീ ഓൺലൈൻ ആയിട്ടും ചെല്ലാൻ വഴിയായിട്ടും അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ആണ് വരുന്നത് സമയം. ചെല്ലാൻ വഴിയാണ് എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ വരികയുള്ളൂ. അത് മാത്രമാണ് ഇവിടെ വരുന്ന ഒരു ടൈം ഡിലേ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ടോക്കൺ ഫീ അടച്ച കുട്ടികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ വരികയും നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുമാണ്. അതിനുശേഷം അത് പ്രിന്റ് ഔട്ട് എടുക്കണം. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത് നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 12 മുന്നേ ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ന് ഓൾറെഡി ടോക്കൺ ഫീ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഫീസും കാര്യങ്ങളും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ മാത്രം, അതുപോലെ NRI ഡോക്യുമെന്റ്സ് ഉള്ള കുട്ടികൾ മാത്രമേ ഇതിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതനുസരിച്ചാണ് ഒരു മിസ്റ്റേക്കും വരുത്താതെ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾ NRI ഡോക്യുമെന്റ്സും മറ്റു ഡോക്യുമെന്റ്സുമായിട്ടാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് പോകേണ്ടത്. ഡയറക്റ്റ് തന്നെ നിങ്ങൾ സെപ്റ്റംബർ 12 മുന്നേ ആയിട്ട് അഡ്മിഷൻ ഏത് കോളേജിലാണോ കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ പല കുട്ടികൾക്കും ഇനി ചോദിക്കാം, ഇനി ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക, ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയില്ല നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്താലും നിങ്ങളെ മുന്നോട്ട് പരിഗണിക്കുകയില്ല. നിങ്ങൾ ആ സീറ്റിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. NRI സ്റ്റുഡൻസ് NRI സീറ്റുകൾ വളരെ കുറവും അതിൽ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ അലോട്ട്മെന്റ് ആണ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും വാക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് അലോട്ട്മെന്റുകൾ വരികയുള്ളൂ. അതുകൊണ്ട് NRI സ്റ്റുഡൻസ് ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് ഇനി സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. LBSലെ ഫുൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ PNC മാക്കിലോ AMCS FNCKയിലേക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. LBSൽ കംപ്ലീറ്റ്ലി നിങ്ങളത് റിജക്റ്റ് ആവും എന്നത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം NRI സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കേണ്ടത്. അത് നിങ്ങളുടെ റിസ്കിലാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്നൊരു തീരുമാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക് ആണ്. നെക്സ്റ്റ് LBS അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിലേക്ക് പുതിയ കോളേജസ് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. പല കോളേജസിനും അഫിലിയേഷൻ കിട്ടിയതനുസരിച്ചാണ് അപ്രൂവൽ ലിസ്റ്റ് നമ്മുടെ LBS സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പല കോളേജസിനും ചോദിച്ചിട്ട് കഴിഞ്ഞ വർഷം ഈ കോളേജ് ഉണ്ടായിരുന്നു, എന്താണ് ഈ വർഷം ഇല്ലാത്തത് എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോളേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അലോട്ട്മെന്റ് ഇതുവരെയും കിട്ടാത്ത കുറച്ച് കുട്ടികളുണ്ടാവും. അവരിനി അടുത്ത 6th അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ പുതിയ കുറച്ച് കോളേജസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കോളേജസിൽ ഇതുവരെയും അലോട്ട്മെന്റ് നടന്നിട്ടില്ല. അപ്പോൾ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ അങ്ങനെ അപ്രൂവൽ ആയിട്ട് പുതുതായിട്ട് വന്ന കോളേജസിൽ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ചാൻസസ് ഉണ്ടാകും
ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ 179 കോളേജസ് ആണ് BSc നഴ്സിംഗിന് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ അപ്രൂവൽ ആയിട്ടുള്ള പാരാമെഡിക്കൽ കോളേജസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഫിലിയേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ഡിലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസും കൂടി മുന്നോട്ട് പ്രയോറിറ്റി ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് അടുത്ത അലോട്ട്മെന്റ് എപ്പോഴാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ 5th അലോട്ട്മെന്റിലെ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ 12-ാം തീയതി വരെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത അലോട്ട്മെന്റും കാര്യങ്ങളും അപ്ഡേറ്റും ഒക്കെ LBS സൈറ്റിൽ വരുന്നതനുസരിച്ച് നിങ്ങളെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. കറക്റ്റ് ടൈമിന് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇനിയും ഏതെങ്കിലും കോളേജസ് അപ്ഡേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. NRIയിൽ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, അതുപോലെ NRI ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ കോളേജിൽ പോകാൻ. കോളേജിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കോളേജിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എക്സ്ട്രാ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി കരുതി വേണം നിങ്ങൾ പോകാനായിട്ട്. വരുന്ന അലോട്ട്മെന്റ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. 5th അലോട്ട്മെന്റ് NRI സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. അത് ഇപ്പോഴും പല കുട്ടികൾക്കും ഡൗട്ടാണ്. 5th അലോട്ട്മെന്റിൽ ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ല, എനിക്കിനി മുന്നോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കുന്ന കുട്ടികൾ NRI സ്റ്റുഡൻസ് അല്ലാത്ത കുട്ടികളാണ്. അങ്ങനെ അല്ലാത്ത കുട്ടികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമായിട്ടില്ല. LBS അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. ഇനി അടുത്ത അലോട്ട്മെന്റ് സെപ്റ്റംബർ 12-ാം തീയതിക്ക് ശേഷമായിരിക്കും. അതിന് മുന്നോടിയായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ NRI സ്റ്റുഡൻസ് നിങ്ങളുടെ ഫീസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതെല്ലാം റെഡിയാക്കി നിങ്ങളുടെ ഫീസ് ആ ടൈമിൽ തന്നെ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് അവിടെ സെക്യൂർ ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ സീറ്റ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള LBSന്റെ ഒരു അലോട്ട്മെന്റിലും നിങ്ങളെ പങ്കെടുപ്പിക്കുകയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം NRI സ്റ്റുഡൻസിന് NRI ഡോക്യുമെന്റ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് ഒരു അലോട്ട്മെന്റും സെപ്പറേറ്റ് ഫീസ് സ്ട്രക്ചറും അതുപോലെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെപ്റ്റംബർ 30-ാം തീയതിക്കകം തന്നെ അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്യണം എന്നുള്ള INC അപ്ഡേറ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അത് നിങ്ങൾ ഡിലേ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിനും നിങ്ങൾക്ക് തന്നെയാണ് ഡിലേ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ NRI സ്റ്റുഡൻസ് വളരെ ശ്രദ്ധിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സീറ്റ് പോകുന്നതായിരിക്കും. അതുപോലെ മുന്നോട്ടുള്ള അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പങ്കെടുപ്പിക്കുകയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല കുട്ടികൾക്കും വരുന്ന ഡൗട്ടാണ്, നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് ഇനി അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. NRI സ്റ്റുഡൻസിന് അങ്ങനെ പറ്റുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോളേജിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ മുന്നോട്ടുള്ളത് ആ ഒരു കോളേജിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പഠിക്കേണ്ടി വരുന്നത്. അതുപോലെ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും പറ്റില്ല. നിങ്ങളുടെ അവിടെ തന്നെ LBSന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ക്യാൻസൽ ആയി നിങ്ങളുടെ അഡ്മിഷൻ അവിടെ സെക്യൂർ ചെയ്തതായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൂടി ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടനടി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.